എന്റെ ദൈവം തമ്പുരാനെ, മൂന്നിന്റെ ഉറക്കം നോക്കി. നല്ല ഉറക്കമാണ്. ഇനി എണീക്കോ ആവോ മൂന്ന്. മോളെ ശിവ, കേശു, പാറക്കുട്ടി, എണീറ്റേ. അമ്മയുടെ തക്കടെ മക്കൾ എണീറ്റേ. എടി ശിവ, കളിക്കാതെ എണീറ്റേ. എനിക്ക് നിങ്ങളെയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടാണോ എനിക്ക് പണിക്ക് പോവാൻ. അമ്മ നല്ല തണുപ്പല്ലേ അമ്മ. എന്റെ പൊന്നു ശിവ, എന്നെ വെറുതെ പ്രാന്ത് കയറ്റരുത്. നല്ല അടി ഇട്ടിരിക്കുന്നേ. ശരി. എടാ കേശു, കേശു എനിക്കടാ. എടാ കേശു, എന്നെ വിളിക്കണ കേട്ടില്ലേ? എനിക്ക് എന്താണെന്ന് അവളെ വിളിക്ക്. എന്നെ വിളിക്കണ എന്തിനാ? അവളെയല്ല അമ്മ ആദ്യം ഒന്ന് വിളിക്കാറ്. ഇന്നിപ്പോ എന്നെ വിളിക്കണ എന്തിനാ? അവള് പറഞ്ഞു ഇന്നൊരു ദിവസം നിന്നെ വിളിക്കാൻ. എന്നും അവളല്ലേ ആദ്യം എണീക്കണ. പിന്നെ നീ എണീറ്റ് പോയി കുളിച്ചേ. വേറെ കേശു, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും തീരുമാനിച്ച ആളാദ്യം എണീക്കണേന്ന്. അവളെ വിളിക്കമ്മ. ശിവ, എനിക്ക് ശിവ, വേഷം കെട്ടല്ലേ. അമ്മയുടെ സമയം പോണ്. രണ്ടും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ട് കിടന്നോ. ദേ, സ്കൂളിൽ പോവാതിരിക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കണ്ട രണ്ടുപേരും. സമയം വൈകി സ്കൂളിൽ പോയി കഴിയുമ്പത്തേനും ടീച്ചറിന്റെ കയ്യിലുള്ള ചീത്ത നിങ്ങൾ രണ്ടുപേരും മേടിച്ചോട്ടാ. ഞാൻ പോണേ. ഞാൻ എന്റെ പാറക്കുട്ടീനെ വിളിച്ച് എണീപ്പിച്ച് ഞാൻ അവളെ സ്കൂളിലേക്ക് റെഡിയാക്കാൻ പോണേ. നിങ്ങൾ രണ്ടുപേരും അവിടെ കിടന്നോ ഇതും പറഞ്ഞോണ്ട്. പാറു, പാറുവാവേ, എണീക്ക് വാ. നമുക്ക് പ്ലേ സ്കൂളിൽ പോകാൻ റെഡിയാവാട്ടോ. അമ്മയുടെ കുഞ്ഞു പാവ നല്ല കുട്ടിയാട്ടോ. വാ, നമുക്ക് കുളിച്ച് റെഡിയാവാം. അമ്മ, ഞങ്ങളും എണീറ്റു. എങ്കിൽ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ. ഞാൻ ആദ്യം കുളിക്കും. പറ്റൂല, ഞാൻ ആദ്യം കുളിക്കും. ഞാൻ ആദ്യം എണീറ്റേ. പിന്നീട് അത് നമുക്കൊന്ന് കാണാം. ഞാൻ തന്നെ ആദ്യം കുളിക്കും. ഇനി അതിന്റെ പേരുമാണ് തല്ലുടിക്ക്. ആരെങ്കിലും ഒരാൾ പോയി കുളിച്ചേ, അത് കഴിഞ്ഞ അടുത്ത ആൾ പോയി കുളിച്ചേ. എനിക്കെന്നെ കുറവ് റെഡിയാണല്ലോ, അപ്പൊ ആദ്യം ഞാൻ കുളിക്കാം. നിനക്ക് കുറവ് റെഡിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? രണ്ടിനെക്കെട്ട് നല്ല പെട ഞാൻ വെച്ചുതരും. പോരണ്ടെണ്ണോ? അയ്യോ, ഇനി വെച്ചുണ്ടാക്കി തീറ്റിച്ച് ഇതുങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ ഇനി എപ്പോ പോവാനാണാവോ ഓഫീസില്? ഇവിടെ ഒരുത്തിയുണ്ട്, അവള് എവിടെ പോയി കിടക്കാണാവോ? ലച്ചു, ലച്ചു, എന്താണമ്മ? എടി, നീ അടപ്പത്തിരിക്കണ കറിയൊന്ന് നോക്കാവോ? ഞാനേ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വരാം. ശരി അമ്മ, ഞാൻ നോക്കിയേക്കാം. അമ്മ പോയിട്ട് വാ. ഇതിനി എപ്പ ആവാനാ? എന്റെ സമയം പോണേണല്ലോ. എന്ത് ചെയ്യും? എനിക്ക് സ്കൂളിൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ? എന്റെ ഫോൺ അടിക്കണുണ്ടെന്ന് തോന്നണം. ഞാൻ പോയി ഫോൺ നോക്കിയിട്ട് വരാം. ആ ശിവ അവിടെ ചൊറിയുന്നിരിക്കണേക്ക് അവളെ ഏൽപ്പിച്ചിട്ട് പോവാ. ശിവ, എടി ശിവ, എടി അടപ്പത്ത് വെച്ചേക്കണ കറി ഒന്ന് നോക്കാവോ? ഞാൻ ഇപ്പൊ വരാം. എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല മണം, നല്ല ചിക്കൻ കറി മണം. എന്താടി ആ മണം? എന്ത് നല്ല മണം. നമ്മുടെ ഫുഡിന്റെ മണം അടിച്ചിട്ട് കൊതിയാവുക. എന്തു അടിയോടെ തിന്നാനല്ല? നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ടിരിക്കണത്. ഞാനെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? പോടാ, എന്നെ ലച്ചേക്ക് ഏൽപ്പിച്ചിട്ട് വരാം. അവര് തൊടാൻ എന്നെ സമ്മതിക്കില്ല. ഞാൻ ടേസ്റ്റ് ചെയ്യും. നീ ആരാ അത് പറയാൻ? പിന്നീടാ, അത് നമുക്ക് കാണാം. എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ അറിയാം. നീ ടേസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. നീ ആരടി അത് പറയാൻ? നിന്നെ ഞാനിപ്പോ കാണിച്ചു തരാടി. അയ്യോ, എന്റെ അമ്മ എന്നെ കൊല്ലാൻ വന്നേ. രാവിലെ തുടങ്ങും രണ്ടിന്റെ ഇടി. എന്റെ രണ്ടും വാങ്ങി കൂട്ടും. എന്തൊരു കരിയണ മണം തന്നെ. അയ്യോ, ഞാൻ വെച്ച ചിക്കൻ കറി. എന്റെ കൃഷ്ണ, ഇവിടെ ഒന്നിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോയിട്ടൊരു കാര്യമില്ലല്ലോ എന്റെ ദൈവമേ. എന്റെ ചിക്കൻ കറി, ദൈവമേ. എടി ലച്ചു, എടി ലച്ചു. എന്താ അമ്മേ? എന്താ വിളിച്ചെന്താ? നിന്നെ ഏൽപ്പിച്ചിട്ട് പോയ ചിക്കൻ കറിന്റെ അവസ്ഥ നീ ഒന്നിപ്പോ നോക്കിയേ. എന്താ നിലുമ്മ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. നീ വന്ന് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ. എവിടെ നോക്കട്ടെ? അടിച്ചു നിന്റെ ഞാൻ. അയ്യോ നിലുമ്മ തല്ലല്ലേ. ഞാനിതാ ശിവാനിനെ ഏൽപ്പിച്ചിട്ട് പോയതാ. എനിക്ക് ക്ലാസ്സിലേക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനാണ്. അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞത്. അമ്മ അവളെ തല്ലി. ശിവ, എടി ശിവ, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതാണോ ഈ ചിക്കൻ കറി?
ഇപ്പൊ അമ്മയുടെ ചീത്ത മൊത്തം അടി എനിക്ക് കിട്ടി, നീ നോക്കാത്തോണ്ട്. ഞാൻ നിന്നെ ഏൽപ്പിച്ചല്ലേ, നീ എന്തിനാ അവനായിട്ട് തല്ലി പിടിച്ച് ശ്രദ്ധിക്കാതിരുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ ലക്ഷ്യത്തിലെ അമ്മ ചോദിച്ചോക്ക്. അവൻ ഇന്ന് ഞാൻ ഇവിടെ അടുക്കള നിന്നപ്പോഴത്തേനും അവൻ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ തമ്മില് ഞാൻ എന്നെ തല്ലാൻ ഓടിച്ചെന്നതേ അമ്മ കണ്ടതാ. എല്ലാം കൂടി ഇനി കണകൂട പറഞ്ഞോണ്ടിരുന്നോ? അതെ, ഞാൻ ഇനി വേറെ ഒന്നും ഉണ്ടാക്കില്ല. ആ ചിക്കൻ കറിയും കൂട്ടി ഫുഡും കഴിച്ചിട്ട് എല്ലാം സ്കൂളിൽ പോകാൻ നോക്കിക്കോ, കേട്ടാ? ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നാളെ വൈകുന്നേരം ഇതേ സമയം 5 മണിക്ക് നമുക്ക് കാണാം കേട്ടോ.